ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് വലിയ രീതിയിലുള്ള വോട്ടിംഗ് മെഷീനിലെ തിരിമറി കൊണ്ടാണ് ബി.ജെ.പി അധികാരത്തിലേറിയതെന്ന് വിശ്വസിക്കാത്ത നിഷ്പക്ഷമതികൾ ഉണ്ടാവില്ല ഈ നാട്ടിൽ. അത്രമേൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉറച്ചുപോയ വിശ്വാസമാണ് ബി.ജെ.പിയുടെ ഈ കള്ളത്തരം എന്നുള്ളത്. മൂന്നാം സർക്കാർ മോഡിയുടെ നേതൃത്വത്തിൽ വരുന്നതിന് ഇന്ത്യ മുന്നണി നൽകിയ അവിശ്വസനീയമായ തേരോട്ടം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. എങ്കിലും ബി.ജെ.പി അധികാരത്തിലിരിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ന്യൂനപക്ഷങ്ങളുടെ, സാധാരണക്കാരുടെ, നിഷ്പക്ഷരുടെ ഒക്കെ മനസ്സിൽ ഇപ്പോഴും ഒരു വിങ്ങലുണ്ട്. ഇത് സത്യമാണോ? ഇതിനകത്ത് കള്ളത്തരങ്ങളുണ്ടോ? ഇ.വി.എമ്മിലെ അട്ടിമറികളുണ്ടോ എന്ന്. ബംഗാളിൽ നമ്മളിപ്പോ മൂക്കത്ത് വിരൽ വെച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭീതി വെറുതെ ഇറങ്ങാതിരിക്കില്ല. വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. കേരളത്തിൽ 100-ന് മുകളിൽ സീറ്റ് ബി.ജെ.പിക്ക് ഉണ്ട്, അല്ലെങ്കിൽ 70 സീറ്റ് ബി.ജെ.പി നേടി എന്നൊരൊറ്റ സുപ്രഭാതത്തിൽ നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ വികാരം എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് മമതാ ബാനർജിയും ബംഗാളും ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഭരണഘടനയോടുള്ള പുച്ഛവും അവഗണനയും കൊഞ്ഞനം കുത്തലും തുടരുകയാണ് ഇന്ന് ദക്ഷിണേന്ത്യയിൽ, തമിഴ്നാട്ടിൽ. 3 പ്രാവശ്യം വിജയ് ഗവർണറെ കണ്ടു, അർലേക്കറെ. കണ്ടപ്പോഴൊക്കെ ഭൂരിപക്ഷമില്ല, MLA-മാരുടെ പിന്തുണയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. നമ്മൾ കരുതി ഗവർണർ ഒരു നിഷ്പക്ഷമായ സ്റ്റാൻഡ് തന്നെയാണ് എടുക്കുന്നത് എന്ന്. എന്നിട്ടിപ്പോൾ 118 MLA-മാരുടെ പിന്തുണക്കത്തോടുകൂടി കാണാൻ നിൽക്കുമ്പോൾ കാണാൻ അനുമതി കൊടുക്കുന്നില്ല എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനി പെട്ടെന്ന് നിങ്ങൾ ഈ അനാലിസിസ് കേൾക്കുമ്പോൾ പിന്തുണക്കത്ത് നൽകാനുള്ള അവസരം ഗവർണർ കൊടുത്തിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിലും നിങ്ങൾ നോക്കൂ, ഒരു സർക്കാർ രൂപീകരിക്കാൻ ജനങ്ങളുടെ വലിയ മുന്നേറ്റം സ്വീകരിച്ച് ടി.വിക്ക് അധികാരത്തിലെത്തി തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ തലവര മാറ്റാനായി പോകുമ്പോൾ ഓരോ പ്രാവശ്യവും ഗവർണർ കാണിച്ചിട്ടുള്ള അവഗണന. വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, നമ്മൾ ഇനി അങ്ങനെ വിളിച്ചു തുടങ്ങണമല്ലോ, തമിഴകം വാഴാൻ വിജയ് ഒരുങ്ങി നിൽക്കുമ്പോൾ ഓരോ തവണയും അകാരണമായി തള്ളിക്കളയുകയാണ് എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റിന് മുകളിൽ പോലും ചർച്ചയ്ക്കിരിക്കാത്ത ഗവർണറെയാണ് നമ്മൾ കണ്ടുപോയത്. ഒരു വ്യക്തിയെയല്ല, ഒരു ഗവർണറെയല്ല. ആ പദവി ഭരണ സംവിധാനത്തിന്റെ ഭരണഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനമാണ് എന്നുള്ളതാണ്. അവസാനം 4ാം തവണ വിജയ് അനുമതി ചോദിക്കുമ്പോൾ 118 MLA-മാരായി VC-ക്ക് ഞങ്ങളെ പിന്തുണച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അനുമതി നൽകാൻ കൂട്ടാക്കാത്തതോടുകൂടി ബി.ജെ.പി NDA സഖ്യത്തിന്റെ ഏറ്റവും വലിയ ഉള്ളിലിരിപ്പല്ല, നിങ്ങൾ ഈ നാടിനോട് വടക്കേ ഇന്ത്യ മുതൽ ഇങ്ങ് തെക്കോട്ട് നിങ്ങൾ ചെയ്തു വരുന്ന മുഴുവൻ കള്ളത്തരങ്ങളും പുറത്തായി എന്നുള്ളതാണ്. ഹിന്ദി ഹൃദയഭൂമിയിലെ തേരോട്ടം എന്ന് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ടായിരുന്നല്ലോ. ആ തേരോട്ടം നിങ്ങൾ മാൽ പ്രാക്ടീസായി നേടിയെടുത്തതാണ് എന്ന് വിശ്വസിക്കാനുള്ള അവസരം കൂട്ടുകയാണെന്നുള്ളതാണ്. ആ വിശ്വാസം ഒരു തെറ്റിദ്ധാരണയല്ല, അതാണ് സത്യമെന്ന് ഞങ്ങൾ നിഷ്പക്ഷമതികൾ വീണ്ടും വീണ്ടും ആഞ്ഞുറച്ച് വിശ്വസിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായി പറയാം, ഭരണഘടനയോടുള്ള ഏറ്റവും വലിയ അവഗണനയാണ് അർലേക്കർ ഇപ്പോൾ തമിഴ്നാട്ടിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്.